സ്വാഗതം ജോയിൻ്റെ സ്റ്റോറിയിലേക്ക്. ശബരിമലയിൽ പ്രായഭേദമില്ലാതെ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാമെന്ന് സുപ്രീം കോടതി വിധിച്ചത് 2018 2019 അത് റിവ്യൂ ചെയ്യാൻ നിശ്ചയിച്ചത് ശബരിമല കേസിലെ വിധി മാത്രമല്ല, മുസ്ലിം പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാനുള്ള അവകാശം, അന്യമതസ്ഥരെ വിവാഹം കഴിച്ച പാഴ്സി സ്ത്രീകൾക്ക് അവരുടെ ആരാധനാലയത്തിൽ പ്രവേശിക്കാനുള്ള അവകാശം തുടങ്ങി വിവിധ ഹർജികളെ അധികരിച്ച് മതാചാരങ്ങളുടെ കാര്യത്തിൽ ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഏതളവിൽ ഇടപെടാനാകും എന്നതാണ് റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യവും ഭരണഘടന തന്നെ നിഷ്കർഷിക്കുന്ന വ്യക്തികളുടെ അവകാശങ്ങളും തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ? ഇതിൽ വ്യക്തികൾക്ക് നൽകുന്ന അവകാശങ്ങൾക്ക് മേൽക്കൈയുണ്ടോ? ഇതൊക്കെയാണ് പരിഗണിക്കുക എന്ന് പൊതുവിൽ പറയാം. ഇതുമായി ബന്ധപ്പെട്ട 7 ചോദ്യങ്ങളാണ് സുപ്രീം കോടതിയുടെ 9 അംഗ ബെഞ്ച് പരിഗണിക്കുക. ഒറ്റ നോട്ടത്തിൽ ശബരിമലയിൽ പ്രായഭേദമില്ലാതെ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുക എന്ന വിധിയുടെ റിവ്യൂവിനെ മുൻനിർത്തി രാജ്യത്തെ മതസ്വാതന്ത്ര്യം, മതാചാരങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെ പൊതുവായി പരിഗണിക്കുകയാണ് എന്ന് പറയാം. ആ നിലയ്ക്ക് ശബരിമലയിൽ എല്ലാ സ്ത്രീകൾക്കും പ്രവേശനം അനുവദിക്കണമോ വേണ്ടയോ എന്ന വിഷയത്തിലല്ല, മറിച്ച് മതസ്വാതന്ത്ര്യം, ആചാരങ്ങൾ വ്യക്തി അവകാശങ്ങളെ ഹനിക്കുന്ന വിധത്തിൽ തുടരേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലാകും ശബരിമല കേസിലെ കക്ഷി എന്ന നിലയിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാടറിയിക്കേണ്ടി വരിക. എല്ലാ ആരാധനാലയങ്ങളിലും വിശ്വാസമുള്ളവർക്ക് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ പ്രവേശിക്കാമെന്ന നിലപാട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുമോ? അതോ ശബരിമലയിൽ പ്രായഭേദമില്ലാതെ സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്ന വിധിയെ പിന്തുണച്ചത് രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാക്കിയെന്ന ധാരണയിൽ നിലപാട് മാറ്റുമോ എന്നത് കാത്തിരുന്ന് കാണാം. ഇവിടെ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചല്ല, സുപ്രീം കോടതിയുടെ 9 അംഗ ബെഞ്ചിനെക്കുറിച്ചാണ്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട സുപ്രധാന ചോദ്യങ്ങൾ കോടതിക്ക് മുന്നിലെത്തുകയോ മറ്റ് ഹർജികൾ പരിഗണിക്കുമ്പോൾ ഭരണഘടനാ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് കോടതിക്ക് തോന്നുമ്പോഴോ ആണ് ഇത്തരത്തിൽ വിശാലമായ ബെഞ്ചുകൾ രൂപവൽക്കരിക്കുന്നത്. നമ്മുടെ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക ജീവിതങ്ങളെ മാറ്റിമറിച്ച പല പ്രധാനപ്പെട്ട ഉത്തരവുകളും ഇത്തരത്തിലുള്ള വിശാല ബെഞ്ചുകളിൽ നിന്ന് ഉണ്ടായിട്ടുമുണ്ട്. ഈ കേസിൽ മാത്രമല്ല 9 അംഗ ബെഞ്ച് രൂപവൽക്കരിക്കപ്പെടുന്നത്. മുമ്പ് കുറഞ്ഞത് 10 തവണയെങ്കിലും സുപ്രീം കോടതി 9 അംഗ ബെഞ്ച് രൂപവൽക്കരിച്ചിട്ടുണ്ട്. 5 തവണ 7 അംഗ ബെഞ്ച് രൂപീകരിച്ച് ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ പരിഗണിച്ചു. 11 അംഗ ബെഞ്ചുണ്ടായത് 2 തവണയാണ്. സുപ്രീം കോടതിയുടെ ഏറ്റവും വലിയ ബെഞ്ച് 13 അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു. അതുണ്ടാക്കിയതും കേരളമുണ്ടാക്കിയ ഒരു നിയമത്തിൻ്റെ ഭരണഘടനാ സാധുത പരിശോധിക്കാനായിരുന്നു എന്നത് കൗതുകമാണ്. അതിലും മതസ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യം ഒരു ഘടകവുമായിരുന്നു. ആദ്യം നമുക്ക് 13 അംഗ ബെഞ്ചിൻ്റെ കാര്യം പരിശോധിക്കാം. 1957 കേരളത്തിൽ ആദ്യം അധികാരത്തിലെത്തിയ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമവും അതിൻ്റെ തുടർ നിയമപ്രക്രിയകളുമായിരുന്നു കേസിന് ആധാരം. ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ വ്യവസ്ഥകളനുസരിച്ച് കാസർഗോഡ് ജില്ലയിലെ എഡ്നീർ മഠത്തിൻ്റെ ഭൂസ്വത്ത് പരിമിതപ്പെടുത്തിയതും അതിന്മേലുള്ള മഠത്തിൻ്റെ ഭരണാധികാരം എടുത്തു കളഞ്ഞതും ചോദ്യം ചെയ്ത് മഠാധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി സുപ്രീം കോടതിയെ സമീപിച്ചു. മതസ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള വസ്തുവകകളിൽ സർക്കാർ ഇടപെടുന്നത് ചോദ്യം ചെയ്തായിരുന്നു ഹർജി. അത്തരം ഇടപെടൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് കേശവാനന്ദ ഭാരതി വാദിച്ചു. ഇത്തരം നിയമനിർമ്മാണങ്ങൾക്ക് നിയമസഭകൾക്ക് അധികാരമുണ്ടോ? ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യങ്ങളെ പരിമിതപ്പെടുത്താൻ പാകത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കാൻ പാർലമെൻറ്റിന് സാധിക്കുമോ? തുടങ്ങിയ സുപ്രധാന ചോദ്യങ്ങൾ അന്നുയർന്നു. 1970 കേശവാനന്ദ ഭാരതി സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അതിനു മുമ്പ് 1967 ഗോകുൽനാഥ് വേഴ്സസ് പഞ്ചാബ് സർക്കാർ എന്ന കേസിൽ മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്താൻ പാർലമെൻറ്റിന് കഴിയില്ല എന്ന വിധി 11 അംഗ ബെഞ്ചിൻ്റേതായി വന്നിരുന്നു. ഈ വിധി കൂടി പുനഃപരിശോധിക്കേണ്ടി വരും എന്നതിനാലാണ് 1970 13 അംഗ ബെഞ്ചുണ്ടാക്കിയത്. കേശവാനന്ദ ഭാരതിയുടെ ഹർജി തള്ളിക്കൊണ്ടാണ് 13 അംഗ ബെഞ്ചിൻ്റെ വിധി വന്നത്. ഭരണഘടനാ ഭേദഗതിക്കുള്ള പാർലമെൻറ്റിൻ്റെ അവകാശം കോടതി ഉറപ്പിച്ചു. 7 ജഡ്ജിമാർ അനുകൂലിച്ചും 6 പേർ എതിർത്തുമുള്ള ഭൂരിപക്ഷ വിധി. അംഗങ്ങളിൽ 11 പേരാണ് വിധിന്യായം പ്രത്യേകമായി എഴുതിയത്. അതിലപ്പുറം ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം തുടങ്ങിയ അടിസ്ഥാന ഘടകങ്ങൾ, അത് സുപ്രീം കോടതി തന്നെ എന്തൊക്കെയാണ് എന്ന് ലിസ്റ്റ് ചെയ്തു. അതിൽ ഭേദഗതി വരുത്താൻ പാർലമെൻറ്റിന് കഴിയില്ല എന്ന് കോടതി പ്രഖ്യാപിച്ചു. ആ നിലയ്ക്കുള്ള വലിയ പ്രാധാന്യം ആ 13 അംഗ ബെഞ്ചിൻ്റെ വിധിക്കുണ്ട്.
നീതിന്യായ ചരിത്രത്തിലെ ഒരു സുപ്രധാന ഏടായി കേശവാനന്ദ ഭാരതി കേസ് ഇന്നും നിലനിൽക്കുന്നു. 13-അംഗ ബെഞ്ചിൻ്റെ കേസ് 13-അംഗ ബെഞ്ച് ഒരിക്കൽ മാത്രമേ സുപ്രീം കോടതിയുടെ ചരിത്രത്തിലുണ്ടായുള്ളൂ. 11-അംഗ ബെഞ്ച് 2 തവണയുണ്ടായി. അതിൽ പരിഗണിച്ച ഒരു കേസ് നേരത്തെ പറഞ്ഞു, ഗോകുൽനാഥ് കേസാണത്. രണ്ടാമത്തേത് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും നടത്താനുമുള്ള അവകാശങ്ങൾ സംബന്ധിച്ച TMA പൈ ഫൗണ്ടേഷൻ കർണാടക സർക്കാരുമായി നടത്തിയ കേസാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്കുള്ള അവകാശങ്ങൾ വ്യക്തമായി നിർവചിക്കുന്നതായിരുന്നു ആ 11-അംഗ ബെഞ്ചിൻ്റെ വിധി. ഇതിനു മുമ്പുണ്ടായ 10 9-അംഗ ബെഞ്ചുകളും സുപ്രധാനമായ വിഷയങ്ങളിലാണ് തീർപ്പുണ്ടാക്കിയത്. 9-അംഗ ബെഞ്ച് പരിഗണിച്ച ആദ്യത്തെ കേസ് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് ക്രമക്കേട് കാട്ടിയെന്നാരോപിച്ച് രാജ്നാരായണൻ നൽകിയ കേസായിരുന്നു. 1975 വിധി. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതിയുടെ സുപ്രധാന തീരുമാനം ആ 9-അംഗ ബെഞ്ചിൽ നിന്നുണ്ടായി. ജഡ്ജിമാരുടെ നിയമനത്തിൽ എക്സിക്യൂട്ടീവിന് അധികാരം നൽകുന്ന വിധി അത് അസാധുവാക്കിക്കൊണ്ട് ജഡ്ജി നിയമനത്തിന് കൊളീജിയം സംവിധാനം കൊണ്ടുവന്ന വിധി, കൊളീജിയത്തിൽ ചുരുങ്ങിയത് 5 പേരുണ്ടാകണം എന്ന പരിഷ്കാരം, ഭരണഘടനയുടെ 9-ാം പട്ടികയിൽപ്പെടുത്തുന്ന നിയമങ്ങൾ പോലും ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാകുമെന്ന തീരുമാനം, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 27% സംവരണം അനുവദിച്ചത് ശരിവച്ചുകൊണ്ടുള്ള വിധി, സ്ഥാനക്കയറ്റത്തിലെ സംവരണ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചത്, സ്വകാര്യത മൗലികാവകാശമാണെന്ന പുട്ടസ്വാമി കേസിലെ വിധി എന്നിങ്ങനെ 10 സുപ്രധാന വിധികൾ 9-അംഗ ബെഞ്ചുകളിൽ നിന്ന് ഉണ്ടായി. ഭരണഘടനാ വിഷയങ്ങൾ പരിഗണിക്കുമ്പോൾ 7-അംഗ ബെഞ്ചുകളും പലകുറി ഉണ്ടായിട്ടുണ്ട്. ഈ ബെഞ്ചുകൾ പുറപ്പെടുവിച്ച പല വിധികളും പിൽക്കാലത്ത് അംഗങ്ങൾ കൂടുതലുള്ള ബെഞ്ചുകൾ തിരുത്തി, ചിലതിൽ ഭേദഗതികൾ വരുത്തി. നിയമവ്യവസ്ഥകൾ ഭരണഘടനാ വ്യവസ്ഥകൾക്ക് വിധേയമാണോ എന്നതിലും ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ അതിരുകൾ എത്രത്തോളമാണ് എന്നതിലും ഇത്തരം അവകാശങ്ങളെ പരിമിതപ്പെടുത്തുന്നതിൽ നിയമനിർമ്മാണ സഭകൾക്ക് ഏതളവ് വരെ സഞ്ചരിക്കാമെന്നതിലുമൊക്കെ തീർപ്പ് കൽപ്പിക്കുകയായിരുന്നു കോടതികൾ. അതിൽ പലപ്പോഴും മതസ്വാതന്ത്ര്യവും മതസ്ഥാപനങ്ങളുടെ നടത്തിപ്പ് അവകാശവുമൊക്കെ വിശകലനം ചെയ്യപ്പെട്ടു. വീണ്ടും ഒരിക്കൽ കൂടി മതസ്വാതന്ത്ര്യത്തിൻ്റെ വിശാലതയും ആചാരങ്ങളും ഭരണഘടന ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യവും തമ്മിലുള്ള ബന്ധവും സുപ്രീം കോടതി പരിഗണിക്കാൻ പോവുകയാണ്. ആ പരിഗണനയാണ് ഇപ്പോൾ നമ്മളുടെ ഇടയിൽ ശബരിമല സ്ത്രീപ്രവേശന വിഷയത്തിൽ നടത്തിയ റിവ്യൂ ഹർജി എന്ന പേരിൽ വ്യവഹരിക്കപ്പെടുന്നത്. ഹിന്ദുരാഷ്ട്രമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന RSSൻ്റെ രാഷ്ട്രീയ രൂപമായ BJP തുടർച്ചയായി അധികാരത്തിലിരിക്കുകയും ഹിന്ദുമതാചാരപ്രകാരം രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയും രാമക്ഷേത്രം തുറന്നുകൊടുക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി കാർമ്മികനാകുകയും ചെയ്യുന്ന കാലത്ത് 9-അംഗ ബെഞ്ച് എന്ത് തീരുമാനമെടുക്കും എന്നത് ഏറെ പ്രധാനമാണ്.